കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കല്യാണം, പാലുകാച്ച് എന്നിങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ ആയിട്ട് നല്ല പോലെ തിരക്കായിരുന്നു. ഒരു ദിവസം പോലും കാര്യമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നല്ല പോലെ മഴ പെയ്യുന്ന ദിവസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരം ആയപ്പോൾ നല്ല പോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നെന്തായാലും സൺഡേ ആണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ദിവസത്തേക്ക് വരാം. ഇന്നധികം വെയിലൊന്നും ഇല്ലാതെ കാർമേഘം മൂടിക്കിടക്കുന്ന നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് തോന്നിയത്. ഒരു ചെറിയ യാത്രയൊക്കെ പോയിട്ട് വരാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് തോന്നുന്നത്. നമുക്കെന്തായാലും അധികം താമസിക്കാതെ ചെറിയൊരു യാത്ര പോയിട്ട് വരാം. നമ്മളിങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ ഒരുപാട് നല്ല നല്ല ഹിഡൻ സ്പോട്ടും വാട്ടർഫോൾസൊക്കെ കാണാൻ പറ്റും. അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാറുണ്ട്. മിക്കവാറും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇന്നെന്തായാലും അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ട്വിൻ ഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. വേനലായതുകൊണ്ട് ഫോൾസിലൊക്കെ അങ്ങനെ വെള്ളം കാണില്ല എന്നുള്ളത് 100% ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്നാലും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അടുപ്പിച്ച് മഴ പെയ്തതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾക്കൊക്കെ കുളിക്കാനായിട്ടുള്ള വെള്ളമെങ്കിലും കാണും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര തിരിച്ചത്. 22 കിലോമീറ്റർ, പേച്ചിപ്പാറ 8 കിലോമീറ്റർ. ആദ്യം നമ്മൾ പേച്ചിപ്പാറയാണ് എത്തണേ അല്ലേ? നമ്മൾ നേരെ കാണുന്നത് പേച്ചിപ്പാറ ഡാം. ഇവിടെ ബോർഡ് കാണിച്ചു കൊടുക്കാം. ഈ റൈറ്റ് പോകുമ്പോ പേച്ചിപ്പാറ ഡാമിലേക്ക് പോവാം. പിന്നെ ആ ബോർഡ് കണ്ട കോതയാർ 15 കിലോമീറ്റർ ഇവിടെ ഇങ്ങനെ നമ്മൾ തിരിഞ്ഞ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കുറെ സാറന്മാരുണ്ട്. നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കയറ്റി വിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും കലിപ്പുണ്ടാക്കി നമ്മൾ കയറി പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുവഴി എപ്പോഴും ബസ് പോകുന്ന റൂട്ടാണ്. ആ ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോയിട്ട് കാർ പോണ സ്ഥലമാണോടാ. നമുക്ക് ചെക്ക് പോസ്റ്റ് ചെയ്തോണ്ട് ടിക്കറ്റ് കാട്ടിനകത്തൂടെ പോണ വ്യൂ പോയിന്റ് എന്തോ ഉണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരാം. പക്ഷെ ഇവന്മാര് നമ്മൾ 3 പ്രാവശ്യം വന്നപ്പോഴും മഴയാണ്, വെയിലാണ്, കാട്ടുതീയാണ്, മാങ്ങത്തൊലിയാണെന്ന് പറഞ്ഞ് നമ്മൾ കയറ്റി വിട്ടില്ല. ഇപ്രാവശ്യം നമുക്ക് നോക്കാം കയറ്റി വിടുന്നു. ഇതന്നെ ചെക്ക് പോസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രൈബൽ വൈൽഡ് ലൈഫ്. കയറ്റി വിടുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ചിലപ്പോ ഊറിക്കാൻ വന്നാണല്ലേ. എൻട്രി ഉണ്ടോ? ഇറങ്ങി വരണോ? കോതയാറ്. ട്രിവാൻഡ്രം. ഓ വൈഫാണ്, കസിനാണ്. അപ്പൊ കയറി പോവല്ലോ. അപ്പൊ ടിക്കറ്റ് എടുക്കാൻ പറ്റൂടെ? അതെന്താ കൂടെ ഉള്ള ആരെന്ന് തെരഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. ആയിരിക്കാം, അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടല്ലേ വിടുള്ളൂ. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ കറങ്ങാൻ വന്നിരിക്കുന്ന സ്ഥലം പേച്ചിപ്പാറ വൈൽഡ് ലൈഫിലാണ്. ഇവിടെ നമ്മളൊരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ വന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് നമുക്കിവിടെ കയറാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു പ്രാവശ്യം വേനൽ കാരണം വരാൻ പറ്റിയില്ല. രണ്ടാമത് മഴ സമയത്ത് വന്നപ്പോൾ മഴ കാരണം വരാൻ പറ്റിയില്ല. 3-ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ റോഡ് പണി നടക്കുന്നത് കാരണം, പിന്നെ ഇവിടുത്തെ കുറച്ച് പണികളൊക്കെ നടക്കുന്നത് കാരണം വരാൻ പറ്റിയില്ല. അങ്ങനെ 3 പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോഴും നമുക്കിവിടെ പോകാനായിട്ടുള്ള എൻട്രി പാസ് കിട്ടിയില്ല. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ 4-ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നതാണ്. ഈ വർഷത്തിൽ 2-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അതായത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് പറ്റിയില്ല, ഇതിപ്പോൾ 2-ാമത്തെ പ്രാവശ്യം. അങ്ങനെ ഈ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് അനൂപും ഫ്രണ്ടും കൂടെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ റേറ്റ് ഞാൻ വന്നതിന് ശേഷം പറയാം. പിന്നെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. വരുന്ന വഴിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് 18 കിലോമീറ്റർ ഇനി മുന്നോട്ട് ട്രാവൽ ചെയ്ത് പോകാനുണ്ട്. പിന്നെ ഒരു വാട്ടർഫോൾസ് വരുന്നുണ്ട്. അവിടെ വെള്ളം കുറവാണ് എന്നൊക്കെയാണ് പറയുന്നത്. മാക്സിമം നമ്മൾ പോകാതിരിക്കാനുള്ള നെഗറ്റീവ് എല്ലാം അടിക്കുന്നുണ്ട്. എന്നാലും ടിക്കറ്റ് തരുന്നില്ല എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ എന്നല്ല വേറെ ആരോ. അപ്പോൾ നമ്മൾ 3-4 വട്ടം ഇവിടെ വന്നിട്ടും നമുക്ക് 3-4 വട്ടം വന്നിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. ഇന്ന് ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത് ഇങ്ങോട്ട്. ടിക്കറ്റ് എടുത്തിട്ട് കാണാമേ. അപ്പം ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കാം. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് 30 രൂപയൊക്കെയാണ് കാണിച്ചത്.
എത്ര? 60 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. 60 രൂപ ഇങ്ങോട്ട് തരാനുണ്ടോ? തിരിച്ചു വരുമ്പോൾ തരാണ്. വാഷ്റൂം വല്ലതും ഉണ്ടോ ഇവിടെ? ബാത്റൂം 60 രൂപ നമുക്ക് തിരിച്ച് തരാനുണ്ട്. ടിക്കറ്റ് അകത്ത് ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ, ക്യാൻറ്റീനൊക്കെ ഉണ്ടല്ലേ? അത് എനിക്ക് തോന്നിയ ബിൽഡിംഗ് ഉണ്ട്. അപ്പം വഴിയിൽ ഒരിടത്തും വണ്ടി നിർത്തി ഇറങ്ങല്ലെന്ന് പറഞ്ഞ് ആനയുണ്ടെന്ന് പറഞ്ഞു. ആനയുണ്ടോ? ഇവിടെ ഇതെന്താ 140 രൂപ വണ്ടിക്കും നമുക്ക് കൂടെ ചേർത്ത്? ഓ, എല്ലാവർക്കും കൂടെ ചേർത്ത്. വണ്ടിക്ക് എത്രയാണ്? 50, ഒരാൾക്ക് 30 അങ്ങനെ. ശരി, അപ്പം നമുക്ക് പോവാം. ഇതാണ് ചെക്ക് പോസ്റ്റ്. വാ, അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. വഴിയിലെങ്ങും നിർത്തരുതെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആനയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 18 കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഗവി പോണ പോലെ തന്നെ അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഗവി. സ്പെഷ്യൽ പെർമിഷൻസും വാങ്ങി ടിക്കറ്റൊക്കെ എടുത്ത് പോകേണ്ട ഒരു സ്ഥലമാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുപോലെ തന്നെ ഈ ടിക്കറ്റ് എടുക്കാനും പെർമിഷൻ വാങ്ങാനൊക്കെ നല്ല പ്രയാസവുമാണ് എന്നാണ് ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞത്. ടിക്കറ്റ് ഒന്നും ഇല്ലാതെ, ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞങ്ങൾ ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ ഗവി കാണാനായിട്ട് പോയത്. ഒരുപാട് സീനറീസ് ഉണ്ടാവും, ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ടാവും, ഹിഡൻ സ്പോട്ട് ഉണ്ടാവും, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും എന്നിങ്ങനെ ഒരുപാട് നല്ല പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഗവിയിലേക്ക് യാത്ര തിരിച്ചത്. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനേ പറ്റാത്ത ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് യാത്ര തുടങ്ങിയപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ഓരോ വളവ് കഴിയുമ്പോഴും നല്ല നല്ല സീനറീസ് കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് യാത്ര ചെയ്തത്. പതുക്കെ പതുക്കെ ഈ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറയാൻ തുടങ്ങി. കാരണം ഓരോ വളവ് കഴിയും തോറും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. വെറും കാട്ടിനകത്തൂടെ ഒരു ചെറിയ റോഡിലൂടെ നമ്മൾ 60 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ യാതൊരുവിധ വ്യൂ പോയിൻറ്റ്സോ ഫോട്ടോസ് എടുക്കുന്ന സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല. വളരെ ബോറടിച്ചിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഗവി എന്ന് പറയുന്നത്. ഈ 60 കിലോമീറ്ററിനിടയിൽ അവിടെ എവിടെയായിട്ട് നമുക്ക് ഡാം കാണാം. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം, ഫുഡ് കഴിക്കാം, റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഗവിയുടെ കാര്യം പറയാൻ കാരണം ഈ റോഡ് കണ്ടപ്പോൾ എനിക്ക് ഗവി യാത്രയാണ് ഓർമ്മ വന്നത്. തൽക്കാലം ഗവിയുടെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കോതയാർ റിസർവ് ഫോറസ്റ്റിനകത്തൂടെയാണ്. ഇത്രയും നേരമായിട്ടും ക്ലൈമറ്റിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. രാവിലത്തെ അതേ ക്ലൈമറ്റ് തന്നെയാണ്. കാർമേഘം മൂടി കിടക്കുന്നുണ്ട്, പക്ഷേ അന്തരീക്ഷം അത്യാവശ്യം നല്ലപോലെ ചൂടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു റിസർവെയർ കാണാൻ പറ്റും. അത് നമ്മൾ ആദ്യം കണ്ട പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവെയർ ആണ്. പക്ഷേ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കോതയാറെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. അതുപോലെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ റിസർവെയറിലേക്ക് പോകാനായിട്ട് ഒരുപാട് വഴികളൊക്കെ തെളിഞ്ഞു കിടക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഈ നദിയിലേക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെ തെളിഞ്ഞ വഴികളാണിതെല്ലാം. പുറത്തുനിന്ന് നമ്മൾ വരുമ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ഈ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊരു വനമേഖലയും കൂടെയാണ്, ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഈ വഴി കണ്ടപ്പോൾ നമുക്കും ഭയങ്കരമായിട്ടൊരു ടെൻഡൻസി തോന്നി ഈ നദിയിലേക്കൊന്ന് പോകാമെന്ന്. പക്ഷേ അത് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ളൊരു കാര്യവും കൂടെയാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് ഈ മൃഗങ്ങളുടെയൊക്കെ ഒരു മണം മനസ്സിലാകും, അത് പുറത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലായില്ല. അങ്ങനെയൊക്കെയാണ് പല രീതിയിലും ഡേഞ്ചർ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. സമയത്ത് ചോറായില്ലല്ലോ. മതി മതി. ചിക്കൻ സാമ്പാർ രസം.
നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്ത് അതൊരു ജംഗ്ഷൻ പോലൊരു സ്ഥലമാണേ. ഇതിനടുത്തൊരു ചെറിയൊരു ഫോൾസ് കണ്ടേ, അതൊന്ന് കാണാനായിട്ടാണ് ഇപ്പോൾ പോണത്. ആ ഫോൾസിലുള്ള വെള്ളം ഈ പാലത്തിൻ്റെ താഴെ കൂടെയാണ് പോണത്. ഇപ്പോൾ വരാമേ, ഇതൊന്ന് നോക്കിയിട്ട് വരാം. ആ എത്തി, കൊള്ളാം. എനിക്കിതൊന്ന് മഴ സമയമൊക്കെ ആകുമ്പോൾ നല്ല വെള്ളം കാണും ഇവിടെ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്, എന്നാലും അത്യാവശ്യം മഴയുണ്ട്. ഇപ്പം 2-3 ദിവസം കൊണ്ട് അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ടൊക്കെ വെള്ളമുണ്ട്. ഇതുവഴിയാണ് നമ്മൾ വരുന്നത്. ഈ പാലം ക്രോസ് ചെയ്ത് ഇതൊരു ബസ് സ്റ്റാൻഡ്, അതാണ് നമ്മൾ ഫുഡ് കഴിച്ച കട. ഇനി നമുക്ക് നേരെ പോകണം. റോഡൊക്കെ ഭയങ്കര മോശം, പണി നടക്കുന്നേ ഉള്ളൂ. പോവാളിയാ. ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു 10 കിലോമീറ്റർ എങ്കിലും ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇത് കംപ്ലീറ്റ് കാട് ഏരിയ ആണ് കേട്ടോ, ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു ചെറിയ വഴിയാണ്. ഇതിന്റെ 2 സൈഡിലും നല്ലപോലെ കാടാണ്. പിന്നെ ഒരു സൈഡിൽ നമുക്ക് ഒരു ഡാമിന്റെ റിസർവെയർ കാണാം. എനിക്ക് തോന്നുന്നത് പേച്ചിപ്പാറ ഡാം അതായിരിക്കും. ഒരു സൈഡിൽ നമുക്ക് ഒരുപാട് വീടുകൾ കാണാം, ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകൾ കാണാം. ഇതൊരു ബസ് റൂട്ടും കൂടെയാണ്. പിന്നെ എന്താണ്, അങ്ങനെ ഒരു 10 കിലോമീറ്റർ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലം, ജംഗ്ഷൻ എന്ന് പറയാനില്ല, ഒരു ചെറിയ ജംഗ്ഷൻ, അവിടെ ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് അവിടുത്തെ പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് ഒരുപാട് ഹോട്ടലുണ്ട്, മീനൊക്കെ കിട്ടുന്ന നല്ല സ്ഥലങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളിപ്പോൾ സമയം എത്ര 2:15 ആയിട്ടുണ്ട്. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇത്ര 2 മണി ആയ സ്ഥിതിക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി കാറിലേക്ക്, കൂടെ അനൂപും നമ്മുടെ ഫ്രണ്ടും കൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഇനി റെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് 7 കിലോമീറ്ററും കൂടെ പോകണം. 7 കിലോമീറ്ററും കൂടെ പോയാലേ ഫോൾസ് എത്തുള്ളൂ. ഈ വഴി കൂടെ വന്നിട്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തും. അതായത് ഇത് കണ്ട, ഇതുവരെ വണ്ടി പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് റോഡ് അവിടെ പാലമൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഗാർഡുണ്ട്. അവർ നമ്മൾ എടുത്തുകൊണ്ട് വന്ന ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് വിടുള്ളൂ. ഇതുവഴിയാണ് നമുക്കിനി അകത്തോട്ട് പോകാൻ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൂടെ 100 മീറ്റർ നടന്നു പോകുമ്പോൾ നമുക്ക് ഫോൾസിലെത്താം. വെള്ളം എടുത്തായിരുന്നു ആരെങ്കിലും? ഇല്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരുന്നവർക്ക് പോലും വഴി തെറ്റാതെ വളരെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആരോ മാർക്ക് നോക്കി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടും കോതയാറ് ട്വിൻ ഫോൾസിലേക്ക് എത്താം. ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള അനുവാദമേ ഇല്ല. ഫോൾസിലെത്തിയതിന് ശേഷം നല്ലപോലെ മഴ പെയ്തു തുടങ്ങി. അതിനുശേഷം പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. അവിടെ നിന്ന് കുളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പേച്ചിപ്പാറ ഡാമിലോട്ട് വന്നു. ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.